എയർ ഇന്ത്യ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട രഞ്ജിതയുടെ DNA പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കൾ. ഇതുവരെ 135 മൃതശരീരങ്ങളാണ് തിരിച്ചറിഞ്ഞത്. 101 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തു. കൂടുതൽ വിശദാംശങ്ങളുമായി ശരത് ലാലാണ് നമുക്കൊപ്പം ചേരുന്നത്. ശരത് ലാൽ, എന്തായാലും ഈ DNA പരിശോധന നടപടികൾ അവിടെ പുരോഗമിച്ചു വരികയാണ് എന്ന് മനസ്സിലാക്കുന്നു. രഞ്ജിതയുടെ DNA പരിശോധനാ ഫലം ഇന്ന് അറിയാൻ പറ്റും, മാച്ചാവുമോ എന്നുള്ള കാര്യം. അത് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? നിലവിലെ കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് നടക്കുന്നത്? സ്വാതി, DNA പരിശോധനാ ഫലങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെയാണ് ഇപ്പോൾ DNA പരിശോധനാ ഫലങ്ങൾ വരുന്നത്. ഇപ്പോൾ 135ഓളം DNA പരിശോധനാ ഫലങ്ങൾ വന്നു. 101ഓളം മൃതദേഹങ്ങൾ, തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഇന്നലെ തിരിച്ചറിഞ്ഞ ക്യാപ്റ്റന്റെ മൃതദേഹം ബോംബെയിൽ എത്തിക്കുകയും അതിരാവിലെ തന്നെ ബോംബെയിൽ എത്തിച്ചിരുന്നു. ഇതുപോലെ തന്നെ മൃതദേഹം തിരിച്ചറിഞ്ഞാൽ ഉടൻ തന്നെ രഞ്ജിതയുടെ മൃതദേഹവും അതേപോലെ തന്നെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ബന്ധുക്കൾ പ്രതീക്ഷിക്കുന്നത്. ഇത് വന്നിട്ട് എല്ലാ സജ്ജീകരണവും ബന്ധുക്കളും അതുപോലെ അഹമ്മദാബാദ് കേരള സമാജവും ചെയ്യും. എയർ ഇന്ത്യയാണ് ഇത് സംബന്ധിച്ച കോർഡിനേഷൻ നടത്തുന്നത്. എന്നാൽ ഇന്ന് വൈകിട്ടോടെ DNA പരിശോധന ഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് രഞ്ജിതയുടെ സഹോദരനും ഒരു അടുത്ത ബന്ധം. അവർ കഴിഞ്ഞ 3 ദിവസമായി ഈ അഹമ്മദാബാദിൽ തന്നെയുണ്ട്. അവരിപ്പോൾ ആശുപത്രിയിൽ എത്തി ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തി മടങ്ങിയിട്ടേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് രഞ്ജിതയുടെ കുടുംബം. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പേരും രഞ്ജിതയുടെ എയർ ഇന്ത്യക്ക് നൽകിയ മൊബൈൽ ഫോൺ രഞ്ജിത ലണ്ടനിലെ അവരുടെ നമ്പർ മാത്രമാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ ഒരു എമർജൻസി കോൺടാക്ട് നമ്പർ അവർ നൽകിയിരുന്നില്ല. അതുകൊണ്ടുള്ള ചില നടപടിക്രമങ്ങളുടെ താമസവും കൂടിയാണ് ഇപ്പോൾ ഈ DNA ഫലം വൈകാനുള്ള കാരണമെന്നാണ് അറിയുന്നത്. കാരണം പ്രധാനമായിട്ടും DNA ഫലം ലഭിക്കണമെങ്കിൽ, അതായത് രഞ്ജിതയുടെ ബന്ധുവാണ് തെളിയിക്കുന്ന ഔദ്യോഗിക സർട്ടിഫിക്കറ്റ് വേണം. അത് ലഭിക്കാൻ വൈകിയത് കൊണ്ടാണ് ഇത് സംബന്ധിച്ച കുറച്ച് സമയം കൂടി ലേറ്റായത് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടെ ഫലം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് കുടുംബാംഗങ്ങൾ. സ്വാതി.